لقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين الله رب سبحانه وتعالى മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചപ്പോഴാണ് ഇബ്ലീസ് വിസമ്മതിച്ചു പോയത്. എന്തേ നീ സുജൂദ് ചെയ്യാത്തത്? ഇബ്ലീസ് പറഞ്ഞു, എന്നെക്കാളും മോശക്കാരനായ ഒരാൾ, എന്റെ അത്ര പവിത്രതയില്ലാത്ത ഒരാൾ, എന്നോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അയാളുടെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യുകയോ? فاهبط منها فما يكون لك أن تتكبر فيها അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല സ്വർഗം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് അല്ലാഹു ഇവരു അഹങ്കാരം കാരണം പിശാചിനോട് പറയുമ്പോഴാണ് സർവശക്തനായ റബ്ബിനോടൊരു വരം ചോദിക്കുന്നത്. റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, അല്ലാഹുവേ സ്വർഗത്തിന്റെ സുഖങ്ങളിൽ നിന്ന് നീ എന്നെ ആട്ടിയോടിച്ചപ്പോൾ എനിക്കത് പ്രശ്നമല്ല, എനിക്കതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുവാൻ എനിക്ക് അവസരം തരണം. ഇന്നക മിനൽ മുൻദരീൻ ഖാല ഫബിമാ അവൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, എന്നെ വഴിപിഴപ്പിക്കാൻ കാരണക്കാരായ മനുഷ്യരെ ഞാൻ വഴികേടിലേക്ക് നയിക്കുമെന്ന് പടച്ചറബിനോടൊരു അവകാശം, പടച്ചറബിനോടൊരു വരം ചോദിച്ചു വാങ്ങുകയാണ്. ثم لآتينهم من بين أيديهم ومن خلفهم, അവരുടെ മുൻപിലൂടെ അവരുടെ പിന്നിലൂടെ, وعن أيمانهم وعن شمائلهم, അവരുടെ ഇടതുഭാഗത്തുകൂടെ അവരുടെ വലതുഭാഗത്തുകൂടെ ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കടന്നു വരും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലും ഒഴിവാവാതെ, ഒരു സ്ഥലം പോലും ഒഴിവാക്കാതെ സകലമാന സ്ഥലങ്ങളിലും മനുഷ്യന്മാരെ വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടി പിശാച് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിനോട് പറയുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഉഖ്റുജ് മിൻഹാ, കുഴപ്പമില്ല, നീ പോയിക്കോ, നീ മനുഷ്യന്മാരെ വഴിപഴപ്പിക്കാൻ ശ്രമിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ആരൊക്കെയാണോ നിന്നെ പിൻപറ്റുന്നത്, ആരൊക്കെയാണോ നിന്റെ പാത പിന്തുടരുന്നത്, അവരെ ഞാൻ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. ويا آدم اسكن أنت وزوجك الجنة, ആദമേ നീയും നിന്റെ ഭാര്യയും സ്വർഗ്ഗത്തിൽ താമസിച്ചോ. പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് ശക്തമായ വാണിംഗ് കൊടുത്തപ്പോഴേക്കും മഹാനായ ആദം നബി അലൈഹിസ്സലാം ഒരു ദുർബലമായ നിമിഷം കൊണ്ട് പിശാചിന്റെ പ്രേരണയിൽ പെട്ടുപോവുകയാണ്. അപ്പോഴാണല്ലോ അല്ലാഹു പറയുന്നത്, وَدَلَّاهُمَا بِغُرُورٍ فَلَمَّا ذَاقَا الشَّجَرَةَ بَدَتْ لَهُمَا سَوْآتُهُمَا وَطَفِقَا يَخْصِفَانِ عَلَيْهِمَا مِنْ وَرَقِ الْجَنَّةِ وَنَادَاهُمَا رَبُّهُمَا أَلَمْ أَنْهَكُمَا عَنْ تِلْكُمَا الشَّجَرَةِ وَأَقُلْ لَكُمَا إِنَّ الشَّيْطَانَ لَكُمَا عَدُوٌّ مُبِينٌ. ആദം നബിയെ, പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ എന്തേ പിശാച് ഒരു കാര്യം പറയുമ്പോ നിങ്ങൾക്ക് അതിനോട് ശ്രദ്ധയുണ്ടാവാത്തത്? ലോകത്തിന് ആദ്യം തന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. ശേഷം വരാനിരിക്കുന്ന ഉമ്മത്തികൾക്ക്, ശേഷം വരാനിരിക്കുന്ന സമൂഹത്തിന് വലിയൊരു പാഠം, വലിയൊരു അനുഭവം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാമിനെ പിശാച് വഴിപിഴപ്പിച്ചുവെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഓരോ ആളുകളെയും വഴിപിഴപ്പിക്കാൻ പിശാച് കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? പിശാചിൽ നിന്ന് അകലാൻ ശ്രമിക്കണം. എങ്ങനെയാണ് അകലാൻ പറ്റുക? എങ്ങനെയാണ് പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന്, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന്, പിശാചിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്.
പിശാച് ഓരോ മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തധമനികളിലൂടെ, സിരകളിലൂടെ, അവന്റെ ഞരമ്പുകളിലൂടെ, നാഡികളിലൂടെ പിശാച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ധമനികളിലൂടെ രക്തയോട്ടം എവിടെയൊക്കെയാണോ നടക്കുന്നത്, ബ്ലഡ് സർക്കുലേഷൻ എവിടെയൊക്കെയാണോ നടക്കുന്നത്, അവിടെയൊക്കെ പിശാച് സഞ്ചരിക്കുന്നുണ്ട്. ഇനി പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പിശാചിന് കയറി വരാനുള്ള വഴി കൊടുക്കാൻ പാടില്ല. പിശാച് ശരീരത്തിലേക്ക് കയറി വരുന്നത് ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോഴാണ്, ഒരുപാട് തിന്നുമ്പോഴാണ്. അതുകൊണ്ട് തിന്നല്ലേ, നിങ്ങൾ വിശപ്പ് സഹിക്കണം, ഒരുപാട് പട്ടിണി കിടക്കണം. പട്ടിണി കിടക്കുമ്പോഴാണ് പിശാചിന് നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ ഞരമ്പിലേക്കോ കയറാൻ പറ്റാതിരിക്കുന്നത്. നിങ്ങൾ പട്ടിണി കിടന്നാൽ പിശാചിന് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ റമളാൻ വരുമ്പോൾ പിശാചിനെ കെട്ടിയിടുന്നത്. ആരും ഭക്ഷണം കഴിക്കുന്നില്ല, എല്ലാവരും വിശപ്പ് സഹിക്കുന്നു. വിശപ്പ് സഹിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൂടാൻ പിശാചിന് സാധിക്കുന്നില്ല. അപ്പൊ ശരീരത്തിൽ നിന്ന് പിശാചിനെ ആട്ടിയോടിക്കാൻ ഏറ്റവും നല്ല ആയുധം അത് പട്ടിണി കിടക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നിയോട് പറയുന്നുണ്ട്, ആയിഷ ആയിഷ ദാവിമി ഖർഅ ബാബിൽ ജന്നതി ബിൽ ജൂ, ദാവിമി ഖർഅ ബാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കണം ആയിഷ, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മുട്ടിക്കൊണ്ടേയിരിക്കണം ആയിഷ. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടുക? ഇത് മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ തുറക്കപ്പെടുന്ന വാതിലല്ലല്ലോ, എങ്ങനെയാണ് ഇത് തുറക്കപ്പെടുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരുപാട് പട്ടിണി കിടക്കുമ്പോ, ഒരുപാട് വിശപ്പ് സഹിക്കുമ്പോ സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴി നിനക്ക് ലഭിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റഅയ്തുൽ ഹിലാൽ തുമ്മൽ ഹിലാൽ തുമ്മൽ ഹിലാൽ, ഒന്നാമത്തെ ചന്ദ്രനെ കണ്ടു, രണ്ടാമത്തെ ചന്ദ്രനെ കണ്ടു. 3 മാസമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് പിശാചിനെ ശരീരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ്, വെറുതെയല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സകലമാന അടിമകളുടെയും ഉമ്മമാരാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ. അവർ പട്ടിണി കിടന്നാലേ പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. നമ്മൾക്കും പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന്, പിശാചിന്റെ തോന്നിവാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പട്ടിണി കിടക്കലാണ്. അപ്പോൾ കഞ്ചാവിന്റെ ആവശ്യമില്ല, സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വിചാരങ്ങളുടെ ആവശ്യമില്ല, ഒരുപാട് തോന്നിവാസങ്ങളുടെ ആവശ്യമില്ല. പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് തിന്മയോട് താല്പര്യമുണ്ടാവൂല, അവന്റെ ശരീരം തിന്മയിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോകൂല. ഒരുപാട് തിന്ന് വയറ് നിറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അവസാന കാലഘട്ടം വരുമ്പോ എന്റെ ഉമ്മത്തിന് 2 ചിന്തകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവസാന കാലഘട്ടം വരുമ്പോ 2 ചിന്തകൾ. ഒന്ന് വൽബത്തുൻ, അവന്റെ പള്ള, അവന്റെ വയറ് എങ്ങനെയെങ്കിലും നിറക്കണമെന്ന് റോഡിന്റെ ഇരു സൈഡുകളിലുള്ള, റോഡിന്റെ ഇരുവശങ്ങളിലുള്ള ഏതെങ്കിലും ഫാസ്റ്റ് ഫുഡുകളിൽ ചെന്നുകൊണ്ട് വയറ് നിറക്കുക എന്ന ചിന്തയല്ലാതെ വേറൊരു ചിന്തയും അവനുണ്ടാവാൻ സാധ്യതയില്ല. അതേപോലെ ഗുഹ്യസ്ഥാനം, അവന്റെ വികാരങ്ങൾ പൂർത്തീകരിക്കണം. അവന്റെ ഗുഹ്യാവയവങ്ങൾ ഹറാമെന്നില്ല, ഹലാലെന്നില്ല, എവിടെയാണ് ലഭിക്കുന്നത് അവിടെ പോയി അവന്റെ വികാരങ്ങൾ ശമിപ്പിക്കണം. അങ്ങനെ വയറ്റിന്റെയും ശരീരത്തിന്റെയും വികാരങ്ങളെ ഹറാമോ ഹലാലോ നോക്കാതെ ശമിപ്പിക്കുന്ന ഒരു കാലം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ, ഈ വിശപ്പ് സഹിച്ചുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് പരിശുദ്ധമായ റമളാൻ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ പിശാചിന്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലോ, ലൗലാ അന്ന
അന്നശ്ശയാത്വീന ലയഹൂമൂന, പിശാചുക്കൾ മനുഷ്യന്റെ ശരീരത്തിന്റെ മനുഷ്യന്റെ രക്തധമനികളിലൂടെ ഒഴുകി കളിക്കുമായിരുന്നില്ല എങ്കിൽ ലനളറു ഇലാ മലകൂതി സമാ, ആകാശങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഈ സദസ്സിലിരിക്കുമ്പോ, ഇവിടെ ഇരിക്കുമ്പോ എന്താണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്, നമ്മുടെ മനസ്സകങ്ങളിലുള്ളത് എന്താണെന്ന് ഒരു സദസ്സിലിരിക്കുമ്പോ, ഒരു വീട്ടിലിരിക്കുമ്പോ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. എന്ത് ചെയ്യണം? പിശാചിനെ അകറ്റണം. ലൗലാ അന്നശ്ശയാത്വീന ലയഹൂമൂന അലാ ഖുലൂബി ബനി ആദം, ആദം സന്തതികളുടെ ഹൃദയത്തിന്റെ ധമനികളിലൂടെ, നാഡീ ഞരമ്പുകളിലൂടെ പിശാചിന്റെ കറക്കങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂതി സമാ, ആകാശങ്ങളിലുള്ള നിഗൂഢതകൾ, അദൃശ്യ ലോകങ്ങളിലുള്ള അത്ഭുതങ്ങൾ അവന് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ പിശാചിനെ അകറ്റാനുള്ള വഴിയാണ് പരിശുദ്ധമായ റമളാൻ. ഈ റമളാൻ അതിനുള്ളൊരു വഴിയാവട്ടെ, അതിനുള്ളൊരു പാഠമാവട്ടെ. സഹനം, സമരം, സമർപ്പണം എന്ന ഒരു പ്രമേയം SKSSFന്റെ പ്രവർത്തകർ ഉയർത്തിക്കാട്ടുമ്പോ നമ്മുടെ ലക്ഷ്യവും അതായിരിക്കട്ടെ. സഹനം വേണം, സമരം വേണം, ജീവിതം സമർപ്പിക്കണം, പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ തെറ്റിൽ നിന്ന് അകലാനുള്ള മാർഗം നമ്മൾ വിശപ്പ് സഹിക്കുക എന്നതാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും യുദ്ധം ചെയ്തിങ്ങോട്ട് മടങ്ങി വരാൻ. അപ്പോഴാണ് ഒരു സഹോദരി അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. അടുപ്പത്ത് തീ വെച്ചുകൊണ്ട് എന്തോ ഒന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ, അവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. ആ അടുപ്പത്ത് നിന്ന് തീ ഇങ്ങനെ ആളിക്കത്തുമ്പോഴേക്കും കയ്യിലുള്ള കുഞ്ഞിനെ മാറ്റി നിർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലൂടെ പോകുമ്പോൾ ചോദിച്ചു, മനിൽ ഖൗം, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാൻ? അപ്പോഴാണ് അവർ പറഞ്ഞത്, നഹ്നു മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. അപ്പോഴേക്കും ഒരു പെണ്ണ് വന്നു, ഹൽ അൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ പ്രവാചകനാണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അപ്പോഴാണ് ആ പെണ്ണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. വല്ലാത്ത ചോദ്യമായിരുന്നു അത്. ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും അങ്ങേക്ക് ദണ്ഡം, അങ്ങേക്ക് സമർപ്പിക്കുന്നു. അലൈസല്ലാഹു ബിഅർഹമിർ റഹീമീൻ, അല്ലാഹു കാരുണ്യവാനാണല്ലേ, അല്ലാഹു കാരുണ്യം ചെയ്യുന്നവനാണല്ലോ, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്ന ആളല്ലേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ തൊട്ടടുത്തുള്ള അടുപ്പ് കാണിച്ചുകൊണ്ട് ആ സഹോദരി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളല്ലേ പറഞ്ഞത് അല്ലാഹു കാരുണ്യവാനാണെന്ന്, എന്നാൽ എന്റെ കയ്യിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ ഈ അടുപ്പത്തേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞുവല്ലോ, അന അർഹമു ലിൽ അബ്ദി അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്ര സ്നേഹമുണ്ട്, ഒരു ഉമ്മയ്ക്ക് മക്കളോട് എത്ര കാരുണ്യമുണ്ട്, അതിനേക്കാളും കാരുണ്യം പടച്ച റബ്ബിന് അടിമകളോടുണ്ട് എന്നല്ലേ താങ്കൾ പഠിപ്പിച്ചത്. എന്നാൽ എന്റെ കൈക്കുമ്പിളിലുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ നരകത്തിലേക്കോ അടുപ്പത്തേക്കോ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോഴാണ് ആ സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, എന്നാൽ എനിക്ക് ഈ മകനോടുള്ള കാരുണ്യത്തെക്കാളും കാരുണ്യം പടച്ച റബ്ബിന് എന്നോടുണ്ടല്ലോ, അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകളെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയത്. അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. എന്നിട്ട് ഹബീബ് മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു മിൻ ഇബാദിഹി, അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് ആരെയാണ് ശിക്ഷിക്കുന്നത്, ആരെയാണ് അല്ലാഹുവിന്റെ അദാബുകൾ ഇറക്കുന്നത്, ആരുടെ പേരിലാണ്, ആരോടാണ് കാരുണ്യം കാണിക്കാത്തത്? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു ശിക്ഷിക്കൂല. ഇല്ലൽ മാരിദശ്ശാരിദൽ മുതമദ്ദിദ്, അഹങ്കാരികളും ധിക്കാരികളും അതേപോലെ തിന്മകൾ പരസ്യമാക്കുന്നവർ, തിന്മകളെ
ചിന്തകളെ ലഘൂകരിച്ച് കാണുന്നവർ അറിയാതെ തെറ്റ് ചെയ്യുന്ന ആളുകളെയല്ല, അവന്റെ ഏതെങ്കിലും ദുർബലമായ നൈമിഷിക താല്പര്യങ്ങൾക്ക് വേണ്ടി ശരീരം അറിയാതെ പെട്ടുപോയവരെയല്ല, മനഃപൂർവ്വം നിരന്തരമായി തിന്മകൾ ലഘൂകരിച്ച് കണ്ട് ആളുകളുടെ മുമ്പിൽ ഒരു മടിയുമില്ല നമ്മോട് പറഞ്ഞു തരുമ്പോ അല്ലാഹു തആല ആരെയാണ് ശിക്ഷിക്കുന്നത്, ആർക്കാണ് പണിഷ്മെന്റ് ലഭിക്കുന്നത്, ആർക്കാണ് അദാബുകൾ ഇറങ്ങുന്നത്, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. അല്ലാഹു പറയുകയാണ് പരിശുദ്ധമായ ഖുർആനിൽ, അല്ലാഹു ആർക്കാണ് മാപ്പ് നൽകുന്നത്, അല്ലാഹു ആരെയാണ് ശിക്ഷിക്കുന്നത്, ആരോടാണ് പടച്ച റബ്ബിന് ദേഷ്യമുള്ളത്, ആരോടാണ് സ്നേഹമുള്ളത് എന്നൊക്കെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവർ രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യുക, രണ്ട് രീതിയിലാണ് ആളുകൾ തെറ്റ് ചെയ്യുക. ഒരു കൂട്ടം ആളുകൾ ഇമ്മാ റജുലുൻ യഖഉ ഫിൽ മഅസിയതി ഹുബ്ബൻ ലഹാ, ഒന്നാമത്തെ ആൾ തെറ്റ് ചെയ്യുന്നു, അയാൾക്ക് തെറ്റിനോട് താല്പര്യമുണ്ട്. കള്ളു കുടിക്കാൻ അറിയാതെ കുടിച്ചുപോയതല്ല, നിരന്തരമായി കുടിക്കാൻ. വ്യഭിചരിക്കുകയാണ് അറിയാതെ പെട്ടുപോയതല്ല, നിരന്തരമായി വ്യഭിചരിക്കുക. കഞ്ചാവടിക്കാൻ നിരന്തരമായി ചെയ്യുക. കളവ് പറയാൻ നിരന്തരമായി ചെയ്യുക. അതേപോലെ മറ്റുള്ള തിന്മകൾ, കണ്ണ് നിയന്ത്രിക്കാത്തത്, ചെവി നിയന്ത്രിക്കാത്തത്, ജീവിതത്തിന്റെ സകല മേഖലകളിലും വരുന്ന തിന്മകൾ നിരന്തരമായി ആ തിന്മകളുടെ ഗൗരവം പരിഗണിക്കാതെ, തിന്മകളുടെ പ്രാധാന്യം, തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കാതെ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ, അവർക്കാണ് അല്ലാഹു മാപ്പ് നൽകാതിരിക്കുന്നത്, അവർക്കാണ് അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. രണ്ടാമത്തെ ടീമാരാണ് അയാൾക്ക് തെറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അയാൾക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല, അദ്ദേഹത്തിന് നന്മ ചെയ്യാനാണ് ആഗ്രഹം, പക്ഷേ ഏതെങ്കിലും അറിയാതെ പെട്ടുപോവാൻ, അങ്ങനെ പെട്ടുപോകുമ്പോഴേക്കും അയാൾ തൗബ ചെയ്യും. ആദ്യത്തെ പറഞ്ഞ ആൾ, അയാൾ നിരന്തരമായി തെറ്റ് ചെയ്യും, അയാൾ തൗബ ചെയ്യൂല, അയാൾക്കത് തെറ്റായി തോന്നൂല എന്ന്, അയാൾക്കത് തെറ്റാണെന്ന് തോന്നൂല. തുറലുൽ ഫിത്നു അലൽ ഖുലൂബി കൽ ഹസ്വീരി ഊദൻ ഊദാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ, തുറലുൽ ഫിത്നു അലൽ ഖുലൂബി കൽ ഹസ്വീരി ഊദൻ ഊദാ. തിന്മകൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്, നമ്മുടെ അടുത്തേക്ക് വെളിവാവുകയാണ്. തുറലു, തിന്മകൾ ഇങ്ങോട്ട് കടന്നു വരികയാണ്. കൽ ഹസ്വീരി ഊദൻ ഊദാ, നമ്മുടെ പായകളുടെ സ്ട്രോകൾ ഒന്നിനു പിറകെ ഒന്നായി അട്ടിവെച്ചതുപോലെ, ഒരു ഫിത്ന കഴിഞ്ഞാൽ ഒരു ഫിത്ന, മറ്റൊരു ഫിത്ന കഴിഞ്ഞാൽ മറ്റൊന്ന്, അങ്ങനെ നിരന്തരമായി തിന്മകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ഫമൻ ഉശ്രിബഹാ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് രസമാണെന്ന് തോന്നുന്ന ആളുകൾ, നിരന്തരമായി ലാഘവത്തോടെ ചെയ്യുന്ന ആളുകൾ. ഫമൻ ഉശ്രിബഹാ, ഒരു തെറ്റൊരാൾ ചെയ്യുകയാണ്, അന്യ സ്ത്രീകളെ ഒരാൾ ദർശിക്കുകയാണ്, അന്യ സ്ത്രീകളെ ഒരാൾ കാണുകയാണ്, അത് വളരെ സിമ്പിളായി, ഇതൊന്നും വലിയ പ്രശ്നമില്ല, നിരന്തരമായി കാണാൻ. ഇത് കണ്ടപ്പോൾ അയാൾക്കൊരു വിഷമമില്ല, പടച്ചറപ്പിനോടുള്ള പേടിയില്ല, തൗബയില്ല, ഇസ്തിഗ്ഫാറുമില്ല. ഇതിങ്ങനെ കാണന്നെ, പിന്നെ അടുത്തത് വരുമ്പോ അടുത്തതും കാണാ, പിന്നെ വീണ്ടും കാണാ, വീണ്ടും കാണാ. ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ ഫമൻ ഉശ്രിബഹാ, ഇതിനോട് താല്പര്യം ഒരാൾക്കുണ്ടായാൽ, ഇത് ടേസ്റ്റ് പിടിച്ചാൽ, ഇതിനോട് വല്ലാത്ത ഇൻട്രസ്റ്റ് ഉണ്ടായാൽ, വല്ലാത്ത താല്പര്യം ഉണ്ടായാൽ, അപ്പോഴാണ് അല്ലാഹു തആല അവന്റെ ഹൃദയങ്ങളെ കറുപ്പിച്ചു കളയുന്നത്. അവന്റെ ഹൃദയങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കറുപ്പിച്ചു കളയും. ഒരു പ്രാവശ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചവനല്ല, ഒരൊറ്റ തവണയെ ഉപയോഗിച്ചിട്ടുള്ളൂ, അയാൾ അപ്പോഴേക്കും തൗബ ചെയ്ത് മടങ്ങി, അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. പിന്നെ നിരന്തരമായി ഒരു മടിയുമില്ലാതെ വളരെ രാഘവത്തോടെ ഇത് ആവർത്തിക്കുമ്പോഴേക്കും അല്ലാഹുവിന്റെ മാപ്പ് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്.
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണത്. അതുകൊണ്ട് രണ്ട് ടീമാണ് ആളുകൾ, രണ്ട് വിധത്തിലാണ് ആളുകൾ ഉള്ളത്. ഒന്നാമത്തെ കൂട്ടം തെറ്റിനോട് അവർക്ക് താല്പര്യമുണ്ട്, അവർ നിരന്തരമായി ചെയ്യുന്നു, അവർക്കതിൽ വിഷമമില്ല, അവർക്കതിൽ ഖേദമില്ല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കൂട്ടം അവർക്ക് നന്മയോടാണ് താല്പര്യമുള്ളത്, എന്നാലും ഇടയ്ക്കിടെ എന്തെങ്കിലും തെറ്റുകൾ വരാറുണ്ട്. വന്നപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവർ തയ്യാറാണ്. അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും തിന്മകളും ചെയ്യുന്ന ആളുകൾ, ഔ ളലമൂ അൻഫുസഹും, സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിക്കുന്ന ആളുകൾ, ദക്കറുല്ലാഹ്, ഉടനെ അല്ലാഹുവിനെ അയാൾ ഓർത്തുപോയി. തെറ്റ് വന്നപ്പോ അല്ലാഹുവിനെ ഓർക്കുകയാണ്. എന്റെ വാക്കുകൾക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞല്ലോ, രണ്ടു കൂട്ടം ആളുകൾ. ഒരു കൂട്ടം ആളുകൾക്ക് തെറ്റ് വന്നാൽ അള്ളാഹുവിന് ഓർമ്മയൊന്നുണ്ടാവൂല. ഉദാഹരണം നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എടുക്കുക. ഒരു കളവ് പറഞ്ഞു, കളവ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു പേടിയില്ല, ഇങ്ങനെ കൂളായിരിക്കാൻ. പേടിയുണ്ടോ എങ്കിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ നമ്മൾ പെടാൻ. കുറച്ചൊരു കളവ് പറഞ്ഞു പോയല്ലോ. ഈ തിന്മകൾ രസകരമായി തോന്നുന്ന ആളുകൾ, നമ്മുടെ വിഷയം അതാണല്ലോ, ലാഘവത്തോടെ കാണുന്ന ആളുകൾക്ക് ഈ ഒരു തെറ്റ് ചെയ്താൽ പടച്ചിറപ്പിന് ഓർമ്മ ഉണ്ടാവൂല. അവർ നിരന്തരമായി ചെയ്യും. അവരെന്താ വിചാരിക്കുക, ഇതൊക്കെ തെറ്റാണോ, ഇതൊക്കെ ഒരു പാപമാണോ? പ്രത്യേകിച്ചിട്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ബന്ധങ്ങളൊക്കെ പൊതുവെ സഹോദരിമാര് ചോദിക്കാറുണ്ട്, അതിലെന്താണ് കുഴപ്പം, അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതം തന്നത്? ആരാണ് ഫ്രണ്ട്ഷിപ്പിന് സമ്മതം തന്നത്? അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? ആളുകൾ ചോദിക്കാൻ, അതിലിപ്പോ എന്താ കുഴപ്പം? അതേപോലെ ചാറ്റ് ചെയ്യുന്ന സ്വഭാവം, അതിലിപ്പോ എന്താ കുഴപ്പം? അത് വിരലിന്റെ മൂവ്മെന്റ്സ് ആണല്ലോ, വിരലുകൾ അനക്കുകയല്ലേ, അതിലിപ്പോ എന്താ കുഴപ്പമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. തിന്മയുടെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടാണ്. അവർക്ക് യാതൊരു വിഷമവുമില്ല. ആ തെറ്റ് ചെയ്താൽ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. അവർ നിരന്തരമായി തുടരാണ്, ഇത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു മാപ്പ് തരില്ല. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, തിന്മകൾ ചെയ്യുന്നവർ, ഔ ളലമൂ അൻഫുസഹും, സ്വശരീരത്തോട് അക്രമം കാണിക്കുന്ന ആളുകൾ, ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കാൻ തുടങ്ങി, അല്ലാഹുവിനെ പേടിക്കാൻ തുടങ്ങി. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ തിന്മകൾ അല്ലാഹുവിനോട് പറയാൻ തുടങ്ങി. പടച്ച റബ്ബേ, എന്റെ കണ്ണൊരു ഹറാം കണ്ടുപോയല്ലോ. പടച്ച റബ്ബേ, എന്റെ ചെവി ഒരു ഹറാം കേട്ടുപോയല്ലോ. പടച്ച റബ്ബേ, നീ ചെയ്യല്ല എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു പോയല്ലോ. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അസ്തഗ്ഫിറുല്ലാഹ്. പ്രത്യേകിച്ചിട്ട് പരിശുദ്ധമായ റമളാനിന്റെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട്, വല്ലാതെ പേടിക്കേണ്ട ഒരു ഹദീസുണ്ട്. റമളാൻ ആകുമ്പോൾ പേടി വരുന്ന ഒരു ഹദീസാണത്. മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ല, ഒരാൾ പരിശുദ്ധമായ റമളാൻ ഒരാൾക്ക് എത്തിക്കുകയും റമളാനിൽ നന്മ ചെയ്യുവാൻ, നോമ്പ് പിടിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു, എന്നിട്ട് റമളാൻ വിട പറയുമ്പോ ഫലം യുഗ്ഫർ ല, അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ, അയാളുടെ തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകിയില്ലെങ്കിൽ, ഫഅബ്അദഹുല്ലാഹ്, അല്ലാഹു അയാളെ അകറ്റി നിർത്തട്ടെ. അവന് സ്വർഗ്ഗമില്ല, അവന് റഹ്മത്തില്ല, അല്ലാഹുവിന്റെ നിഅമത്ത് അവനില്ല. അല്ലാഹു അയാളെ അകറ്റി നിർത്തുമെന്ന് ദുആ ചെയ്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നെഞ്ചത്തേക്കൊന്ന് കൈവച്ചുകൊണ്ട് ആലോചിക്കണേ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ റമളാൻ കഴിഞ്ഞപ്പോഴേക്കും എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്ന് ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായി അല്ലാഹു നമ്മെ മാറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമാണ്. അവിടെ നമ്മൾക്ക് പാളിച്ചകൾ സംഭവിച്ചെങ്കിൽ ഈ റമളാനിൽ പാളിച്ചകൾ സംഭവിക്കാൻ പാടില്ല. ഈ റമളാനിൽ അപാകതകൾ സംഭവിക്കാൻ പാടില്ല. ഈ റമളാൻ കഴിയുമ്പോഴേക്കും എന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണമെന്നതാണ് ഓരോ ആളുകളുടെയും വളരെ പ്രധാനമായ ലക്ഷ്യം. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. വൻദോഷങ്ങളും ചെറുദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. റമളാൻ കഴിയുമ്പോ ഒരു തെറ്റുമില്ലാതെ പാപക്കറയില്ലാത്ത നിഷ്കളങ്കരായ ഉമ്മ പെറ്റ മക്കളെ പോലെ സ്വാലിഹീങ്ങളായി മാറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ്
നൽകണേ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഔ ലലമു അൻഫുസഹും ദക്കറുല്ലാഹ്, ഒരാൾ ശരീരത്തോട് അക്രമം കാണിച്ചാൽ ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുമത്രേ. ഉടനെ അവർ പറയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരവരുടെ പാപങ്ങൾ പടച്ച റബ്ബിനോട് തുറന്നു പറയും. അല്ലാഹു പറയാണ്, നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തോ, തെറ്റ് ചെയ്താലൊന്നും കുഴപ്പമില്ല. തെറ്റ് ചെയ്യും മനുഷ്യൻ, സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തോടുകൂടി തെറ്റ് ചെയ്യാത്ത ആളുകൾ അസ്തമിച്ചിരിക്കുകയാണ്. മഅസൂമിങ്ങൾ പ്രവാചകന്മാരാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതോടുകൂടി പിന്നെ മഅസൂമിങ്ങളില്ല. പിന്നെ ജീവിതത്തിൽ പാപം വരും. പക്ഷേ ഏറ്റവും നല്ലതെന്താ? തെറ്റ് ചെയ്താൽ ഉടനെ മാപ്പ്, ഉടനെ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, ഒരാൾ ഒരു തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി കണ്ണീരൊഴുക്കി ദുആ ചെയ്താൽ അയാൾ തെറ്റ് ചെയ്യാത്തതിന് സമമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾക്ക് ഈ സദസ്സിൽ ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിപ്പോയ നമ്മൾ വിശ്വസിച്ചോളണം, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന്. പിന്നെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, പിന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു സദസ്സിലോ അല്ലെങ്കിൽ പേഴ്സണലായി ദുആ ചെയ്യാണ്, വീട്ടിലിരുന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞ് ദുആ ചെയ്യാൻ, തൗബ ചെയ്യാൻ, അല്ലാഹുവേ ഇനി ഞാൻ ആവർത്തിക്കില്ല, അല്ലാഹുവേ, പിന്നെ ഉറപ്പിച്ചോളണം അല്ലാഹു എന്റെ പാപങ്ങൾ പുറത്തു തന്നു എന്ന്. പിന്നെ ഇനി ശിഷ്ടകാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് പറഞ്ഞത് ഏതെങ്കിലും പണ്ഡിതന്മാരല്ല, അല്ലാഹുവിന്റെ ഹബീബാണ്. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, ഒരു തെറ്റിൽ നിന്നൊരാൾ പാപമോചനം തേടിയാൽ, ഒരു തെറ്റിൽ നിന്നൊരാൾ തൗബ ചെയ്താൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, വല്ലദീ നഫ്സീ ബിയദിഹി, ആരുടെ എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലൗലം തുദ്നിബൂ, നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലദഹബല്ലാഹു ബികും, അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും നല്ലതേ ചെയ്യുന്നുള്ളൂ, എല്ലാവരും നന്മയെ ചെയ്യുന്നുള്ളൂ എങ്കിൽ അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയും. വലജാഅ ബിഖൗമിൻ, വേറൊരു സമൂഹത്തെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവരും. യുദ്നിബൂൻ, അവർ തെറ്റ് ചെയ്യുന്നവരാണ്. ഫയസ്തഗ്ഫിറൂൻ, തെറ്റ് ചെയ്താൽ ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണ്. അപ്പൊ തെറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണല്ലോ, തെറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണ്. പക്ഷേ അല്ലാഹുവിന്റെ താല്പര്യം എന്താണ്? അല്ലാഹുവിന്റെ ആഗ്രഹം എന്താണ്? തെറ്റ് ചെയ്താൽ ഉടനെ അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാതെ തിന്മയെ ലഘൂകരിച്ച് കാണുകയും നിസ്സാരവൽക്കരിക്കുകയും പരസ്യമാക്കുകയും ചെയ്യുന്ന വളരെ ദാരുണമായ ദയനീയമായ സ്വഭാവം പടച്ചറപ്പിന് ഇഷ്ടമല്ല. തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാത്ത നിരന്തരമായി ആവർത്തിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങളെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരും. യുദ്നിബൂൻ, അവര് തെറ്റ് ചെയ്യുന്നു. ഫയസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുന്നു. ഫയഗ്ഫിറു ലഹും, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ബനീ ആദമ ഖത്വാഉൻ, ലോകത്തുള്ള ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ അല്ലാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്ന ആളുകളെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാനാണ് എൻ്റെ ആഗ്രഹം. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഞാൻ ഒരുപാട് കള്ളു കുടിച്ചു പോയല്ലോ, ഒരുപാട് വിചാരം ചെയ്തുവല്ലോ, ഒരുപാട് ഹറാമുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരില്ലേ, എനിക്ക് അല്ലാഹു മാപ്പ് തരില്ല, ഞാൻ ഇനി നന്നാവാൻ പോകുന്നില്ല എന്നൊരാളും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ ഉപയോഗിക്കാത്ത ഡ്രഗില്ല, ഞാൻ ഉപയോഗിക്കാത്ത മയക്കുമരുന്നോ മദ്യമോ ഇല്ല, ഞാൻ ഉപയോഗിക്കാത്ത ഒരു പെണ്ണില്ല, ഞാൻ ചെയ്യാത്ത തെറ്റില്ല. എന്നാലും നിങ്ങൾ നിരാശരാവേണ്ട. കുൽ
നബിയെ താങ്കൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരത്തോട് തുരുതുരാ അക്രമങ്ങൾ കാണിച്ച നിരന്തരമായി തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു നിങ്ങളുടെ പാപം തരാൻ വേണ്ടി, പാപം പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ റമളാനിന്റെ പകലിൽ അല്ലാഹുവിന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഇന്നലെ മഗ്രിബ് മുതൽ സുബ്ഹി വരെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞുകൊണ്ട് തൗബ ചോദിക്കാൻ, തൗബ ചെയ്യാൻ, അല്ലാഹുവിനോടൊന്ന് പുറത്തു തരാൻ പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. യബ്സുതു യദഹു ഫിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ അവൻ പടച്ച റബ്ബിനോട് രാവിലെ വന്ന് തുറന്നു പറഞ്ഞാൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകും. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും അവന്റെ ഇരു കരങ്ങൾ പടച്ച റബ്ബ് ഇങ്ങനെ നീട്ടിവെക്കുന്നു. എന്തിനാണത്? പകൽ മുതൽ സുബ്ഹി മുതൽ അസ്ർ വരെ, മഗ്രിബ് വരെ അയാൾ ചെയ്ത തിന്മകൾ പടച്ച റബ്ബിനോടൊന്ന് ഏറ്റെടുത്തു പറയാൻ വേണ്ടി, എന്നിട്ട് റബ്ബിനോട് പാപമോചനം ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് വിഷമിക്കല്ല, ആരും പേടിക്കല്ല, ഞാൻ നരകത്തിലേക്കാണോ പോകുന്നത്, അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ, അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ. ശരീരം തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ശരീരമാണ്. എന്നാൽ തെറ്റ് വന്നാൽ അത് ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. ഉടനെ തൗബ ചെയ്യാ. മിനിമം അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ നിരാശ കൈവടിയല്ല. ഒരു ബിസിനസ്, ഒരാളുടെ ബിസിനസ് തകർന്നു പോവാൻ അയാൾ നിരാശ കൈവിട്ടു, അത് പൂട്ടിപ്പോയാൽ അയാൾക്ക് നഷ്ടമാണ് വരാനുള്ളത്. എന്നാൽ നിരാശയില്ലാതെ ആർജവവും ഊർജവും തിരിച്ചെടുത്തുകൊണ്ട് സധൈര്യം, വളരെ ആത്മവിശ്വാസത്തോടെ അതിലേക്ക് വേണ്ടുന്ന നന്മകളും അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു, അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു, വീണ്ടും ഓടി പിടിച്ചുകൊണ്ട് ബിസിനസ് അദ്ദേഹം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു 4-5 വർഷം നിരന്തരമായി ജീവിക്കുമ്പോൾ ഇനി എനിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് നിരാശരാവല്ല. നിങ്ങൾ എന്നിലേക്ക് മടങ്ങുക, നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വീണ്ടും 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 ആവർത്തിക്കല്ല എന്നൊരു ഡിമാൻഡ് കൂടിയുണ്ട്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹു അല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ പുറത്തു തരുന്നത്? പക്ഷേ ഒരൊറ്റൊരു ഡിമാൻഡ്, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിരന്തരമായി ചെയ്യാൻ പാടില്ല, വീണ്ടും 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 ആവർത്തിക്കാൻ പാടില്ല. ഒരുപക്ഷേ തൗബ ചെയ്തതിന് ശേഷം അറിയാതെ വന്നു പോയാൽ വീണ്ടും തൗബ ചെയ്യാം. അങ്ങനെ ആ തെറ്റിൽ നിന്ന് 4-5 തവണ പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്താൽ പിന്നെ അത് ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ അതിനെ ലാഘവത്തോടെ കണ്ടാൽ ജീവിതത്തിൽ നിരന്തരമായത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ലഘൂകരിച്ച് കണ്ടാൽ അല്ലാഹു പിന്നെ മാപ്പ് നൽകില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നത്തെ സമൂഹത്തെ കുറിച്ചല്ല, താബിഈങ്ങളുടെ കാലത്തുള്ള ഒരു രംഗം ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം താബിഈങ്ങളെ കണ്ടപ്പോഴാണ് അവരോട് പറയുന്നത്, ഇന്നൽ മുഅ്മിന, മുഅ്മിനീങ്ങളായ ആളുകൾ, യറാ ദുനൂബഹു, അവന്റെ പാപങ്ങൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന് തോന്നുന്നത് കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ, ഒരു പർവതത്തിന്റെ താഴെ നിൽക്കുകയാണെന്ന് അവന് തോന്നുന്നു. യഖാഫു അയ്യഖ അലൈഹി, വലിയൊരു ഭൂകമ്പം വരുമ്പോ ഭീമാകാരമായ ബിൽഡിങ്ങുകൾ, പ്രത്യേകിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ 100, 80, 70 നിലകളുള്ള ഭീമാകാരമായ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ഭൂകമ്പത്തിൽ ആ ബിൽഡിംഗ് തലയിലേക്ക് വീഴുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു മുഅ്മിനിന് ഭയമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ചെറിയൊരു തെറ്റാണെങ്കിലും ശരി, അയാൾക്കൊരു തെറ്റ് ചെയ്താൽ ഒരു ഭൂകമ്പമുണ്ടായി ബിൽഡിങ്ങുകൾ ശരീരത്തിലേക്ക് തലയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് പോലെ ഒരു ഭയമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അവനാണ് മുഅ്മിൻ. ഒരു തെറ്റ് ചെയ്താൽ പേടിയുണ്ടോ?
അറിയാതൊരു പാപം വരുമ്പോ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കാറുണ്ടോ എങ്കിൽ നീ മുഅ്മിനാണ്. ഇനി ഫാജിർ ചെമ്മാടിയാരാണ്? ഇന്നൽ ഫാജിറ ചെമ്മാടിയായ ഒരു സഹോദരൻ യറാ ദുനൂബഹു അവന്റെ തിന്മയെ അവൻ കാണുന്നുണ്ട്. അവൻ രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കാട്ടിൽ ചെന്ന് കഞ്ചാവടിച്ചാലും, രാത്രി ഉറങ്ങാതെ വെറുതെ സൊറ പറഞ്ഞിരുന്നാലും, കള്ളു കുടിച്ചാലും, അവിഹിത ബന്ധങ്ങൾ പുലർത്തിയാലും, പ്രേമങ്ങളിലും പ്രണയങ്ങളിലും പെട്ട് ഹറാമായ സംസാരങ്ങൾ, ചാറ്റിങ്ങും ചീറ്റിങ്ങും കോളിങ്ങും വീഡിയോ കോൺഫറൻസും ഇതൊക്കെ നടത്തുമ്പോഴും അവനൊരു യാതൊരു വിഷമവുമില്ല. സഹോദരിമാരെ, ചെറുപ്പക്കാരാ, ഇത് പരിശുദ്ധമായ കേരളത്തിന്റെ അനുഗ്രഹീതമായ ഭൂമിയാണ് നമ്മുടെ കാസർഗോഡും നമ്മുടെ മഞ്ചേശ്വരവും ഒക്കെ. നമ്മുടെ കാസർഗോഡും മഞ്ചേശ്വരം ഏകദേശം എല്ലാ ആളുകൾക്കും പ്രസിദ്ധമായ സ്ഥലമാണ്. കാരണം എന്താ പറയാ, മഞ്ചേശ്വരം മുതൽ അങ്ങ് തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, അതുവരെ എന്നാ പറയാ. അപ്പൊ മഞ്ചേശ്വരം എന്ന് പറഞ്ഞ ഏത് ജില്ലക്കാർക്കും അറിയാം, കാരണം ഇത് കേരളത്തിന്റെ എൻഡാണ്. അപ്പൊ ഈ ഒരു എൻഡിൽ, ഈ ഒരു പവിത്രമായ സ്ഥലത്ത് ജീവിക്കുന്ന നമ്മൾ ഒന്ന് മനസ്സിൽ കരുതുക, ഞാൻ നിരന്തരമായി തെറ്റ് ചെയ്യുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു പേടി വരാറുണ്ട്. പഠിച്ചോനെ, രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാറില്ല, രാത്രി മുഴുവനും ഞാൻ കളിക്കാറാണ്, രാത്രി മുഴുവനും ഞാൻ ചാറ്റ് ചെയ്യാറാണ്, രാത്രി മുഴുവനും ഞാൻ തഹജ്ജുദിനൊക്കെ എണീക്കാനെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് എന്റെ കാമുകനോടും കാമുകിമാരോടൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ. അവിഹിത ബന്ധങ്ങൾ, മയക്കുമരുന്നുകൾ, മാതാപിതാക്കളോട് ബഹുമാനമില്ലായ്മ, അധ്യാപകരോട് ബഹുമാനമില്ലായ്മ, നാട്ടിൽ ഒരു മുസ്ലിമിനെ പോലെ നടക്കാൻ പറ്റാതിരിക്കുക. ലോകത്ത് മനുഷ്യരൊക്കെ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായി. പറവകളെ പോലെ പാറി കളിക്കുവാനും മത്സ്യങ്ങളെ പോലെ നീന്തി കളിക്കുവാനും മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ, പക്ഷേ ഒരു മനുഷ്യനെ പോലെ മാന്യമായി നടക്കാൻ ഇന്ന് അറിയുന്നില്ല എന്നൊരു ബുദ്ധിജീവി പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോവാണ്. ശരിയാണത്. പറവകളെ പോലെ നമ്മൾ പാറി കളിക്കാറുണ്ട്, പാരച്യൂട്ടിലൂടെയും എറോപ്ലെയിനിലൂടെയും മറ്റുള്ള അതിന്റെ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇതേപോലെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യങ്ങളെ പോലെ കടലിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാറുമുണ്ട്. പക്ഷേ ഒരു മാന്യമായി മനുഷ്യനെ പോലെ നടക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ നടക്കണമെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാത നമ്മൾ പിൻപറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു തെമ്മാടിയായ ഒരു സഹോദരൻ യറാ ദുനൂബഹു അവന്റെ പാപം അവന് തോന്നുന്നത് കദുബാബിൻ മർറ അലാ അൻഫിഹി അവന്റെ മൂക്കിന്റെ ആ വക്കിലൂടെ ഒരു ഈച്ച പാറിപ്പോയി, അതേ അവന് തോന്നുള്ളൂ. ഒരു ഈച്ച പാറിപ്പോയാൽ നമ്മൾക്ക് പ്രയാസമാകും. നിന്നൊരു പെണ്ണ് പാടുന്ന പാട്ട് കേട്ടത്, ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബുഹാ ഫഅശ്റബഹാ ഔ മിൻ സബീലിൻ ഇലാ ഒരു പെണ്ണ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പാട്ട് പാടുകയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ. കള്ള് കുടിക്കാൻ കള്ള് കിട്ടുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മദീന ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നൊരു സുന്ദരിയായ യുവതി പാടുകയാണ്. 21-ാം നൂറ്റാണ്ടിലുള്ള ചെറുപ്പക്കാരന്റെയോ ചെറുപ്പക്കാരിയുടെയോ കവിതകളോ പാട്ടുകളോ അല്ല. 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമർ തങ്ങൾ ലോകം ഭരിക്കുന്ന സമയത്താണ് പാടുന്നത്. ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ കള്ള് കുടിക്കാൻ കള്ള് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഔ മിൻ സബീലിൻ ഇലാ നസ്ർ ഇബ്നു ഹജ്ജാജി അല്ലെങ്കിൽ നമ്മുടെ മദീനയിൽ സുന്ദരനായ സുമുഖനായ ഹജ്ജാജ് നസ്ർ ഇബ്നു ഹജ്ജാജിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ ഒരവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു പെണ്ണ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മധുരിതമായ ഒരു പാട്ട് പാടുമ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അപ്രതീക്ഷിതമായി വീടിന്റെ വക്കിലൂടെ എത്തിപ്പെടുന്നത്. ഉടനെ ഉമർ തങ്ങൾ എന്ത് ചെയ്തു നോക്കണം, ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല, സംഭവിക്കുമോ എന്ന് ഭയന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുന്നത് പള്ളിയിലേക്കാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നസ്ർ ഇബ്നു ഹജ്ജാജ് എന്ന് പറയുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ തന്റെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോൾ വല്ലാത്ത മനോഹരമായ മുടി. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു ഭാഗം ചെത്തിവെക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. തലയുടെ 3 ഭാഗങ്ങൾ ചെത്തിവെച്ച് മുൻഭാഗങ്ങളിൽ മാത്രം അല്പം നീട്ടിവെച്ച് അത് തന്നെ നെറ്റിയിലേക്ക് വളച്ചിട്ട് ഹറാമായ രീതിയിൽ മുടിവെട്ടുന്ന ചെറുപ്പക്കാരാ. അലം യഅ്നി ലില്ലദീന ആമനൂ
അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ താക്കീത് കേട്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? പരിശുദ്ധമായ റമളാൻ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വന്നു, എന്നിട്ടും നിനക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അലം യഅനി ലില്ലദീന ആമനൂ. ആരെയാണ് നീ പിൻപറ്റുന്നത്? ആരുടെ മാതൃകയാണ് നീ ഫോളോ ചെയ്യുന്നത്? ആരാണ് അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്? ഉമ്മമാരെ, ഇങ്ങനെയും വിരുദ്ധമായ വൃത്തികെട്ട രീതിയിൽ ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന മക്കളെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ടല്ലോ. എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിനുള്ള സമ്മതം ആരാണ് തന്നത്? സ്വന്തം മക്കൾ വിരുദ്ധമായ രീതിയിൽ ഹെയർ സ്റ്റൈലുമായിട്ട് അമുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. മുസ്ലിമീങ്ങൾക്ക് മാത്രമാണല്ലോ ഇങ്ങനൊരു വൃത്തികെട്ട സ്വഭാവം കാണുന്നത്. അമുസ്ലിമീങ്ങളൊക്കെ എന്തൊരു വൃത്തിയായിട്ടാണ് തലയൊക്കെ വെട്ടിവെക്കുന്നത്. ഏതോ പാശ്ചാത്യന്റെ ചീഞ്ഞാറുന്ന സംസ്കാരങ്ങൾ, ഏതോ ജൂതന്മാരുടെ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുകയോ? നിങ്ങൾക്ക് മുമ്പുള്ള ആ സമൂഹത്തിന്റെ വിരോധാഭാസങ്ങളെ, തോന്നിവാസങ്ങളെ നിങ്ങൾ പിന്തുടരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നാശമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അങ്ങനെയുള്ള തലകൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഇനിയെങ്കിലും നമ്മൾക്ക് ബോധം വേണം. ഇനിയും അങ്ങനെ ഒരു സ്റ്റൈലിൽ നമ്മൾ തലവെട്ടരുതേ. മാന്യമായ രീതിയിൽ ആളുകളെ വെറുപ്പിക്കാതെ നല്ല അച്ചടക്കത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. അതാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ വാലുകൾ നടന്നിട്ട്, ഇങ്ങനെയൊക്കെ റമളാനുകൾ വന്നിട്ട് നമ്മൾക്ക് അല്ലാഹുവിനോട് പറയാൻ പറ്റുമോ? പടച്ചറബേ, എനിക്ക് പഠിപ്പിച്ചു തരാൻ ആളുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള അവസരം നമ്മൾക്കുണ്ടോ? യൂട്യൂബിൽ ചെന്നാൽ ലക്ഷക്കണക്കിന് വാലുകൾ, വാട്സപ്പിലൂടെ വരുന്നത് വാലുകൾ തന്നെ. എവിടെ നോക്കിയാലും വാലുകൾ. മദ്രസകൾ കൂണുപോലെ വളരുകയാണ്. എവിടെ പോയാലും ഉസ്താദുമാർ, ഖുർആൻ ക്ലാസുകൾ, ഇങ്ങനെ നിരന്തരമായി ഒന്നിന് പിറകെ ഒന്നായി വാലുകൾ നമ്മുടെ വിരൽ തുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിനോട് എനിക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാനുള്ളൊരു അവസരം നമ്മൾക്കില്ല. അതുകൊണ്ട് നന്നാവണേ. ഖുർആൻ ചോദിക്കുന്നത് പോലെ അലം യഅനി ലില്ലദീന ആമനൂ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ഇനി എപ്പോഴാണ് നന്നാവുന്നത് എന്ന് ഖുർആൻ ചോദിക്കുമ്പോ ബലാ യാ റബ്ബ്, അല്ലാഹുവേ ഞാനിതാ നന്നാവുകയാണല്ലോ, ഞാൻ നന്നാവുകയാണല്ലോ. ഈ പരിശുദ്ധമായ റമളാനിന്റെ ഈ 11ാമത്തെ ദിവസം കൊണ്ട് ഞാൻ നന്നാവുകയാണെന്ന് പറഞ്ഞ് നന്നാവാനുള്ള സന്മനസ് വേണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ, ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ കുട്ടികളെ നിങ്ങൾ എന്തൊക്കെയോ വൃത്തികേടുള്ള ഹെയർ സ്റ്റൈൽ കൊടുക്കാറുണ്ടല്ലോ. എന്റെ മകനൊന്ന് ഭംഗിയായി കാണട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ വൃത്തികെട്ട രീതിയിൽ നിങ്ങൾ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി മുടിവെട്ടാറുണ്ടല്ലോ. അന്ന് മുതലാണ് ഈ മോശപ്പെട്ട സ്വഭാവം അവർ പഠിക്കുന്നത്. പിന്നെ വലുതാകുമ്പോ നിങ്ങൾക്കതൊരു വൃത്തികേടായി തോന്നി. മക്കളോട് നിങ്ങൾ ഉപദേശിച്ചാൽ അവർ നന്നാവൂല. എന്റെ 4-5 വയസ്സുള്ള സമയത്ത് നിങ്ങളാണ് അവർക്ക് ഇത്രയും മോശമായ രീതിയിലുള്ള ചീഞ്ഞുനാറുന്ന സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്. ആദ്യത്തെ പാളിച്ച വന്നത് നിങ്ങളുടെ ഭാഗത്താണ്. ആ പാളിച്ചകൾ വരാതെ, ആ പ്രശ്നങ്ങൾ വരാതെ, ആ ന്യൂനതകൾ വരാതെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകട്ടെ. അല്ലാഹുവേ, കഴിഞ്ഞു പോയത് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. അറിയാതെ ചെയ്തു പോയതാണ് റബ്ബേ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ എല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. നമ്മുടെ ചെറുപ്പക്കാരെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. എല്ലാവിധ മദ്യങ്ങളുടെയും മയക്കുമരുന്നിന്റെയും മാഫിയകളിലോ ലോബികളിലോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ മഹിതമായ സംസ്കാരത്തിലേക്ക് കടന്നു വരാനും അല്ലാഹുവേ, ഞാൻ ഇതാ റമളാൻ കൊണ്ട് നന്നായിരിക്കുകയാണെന്ന് പറയുവാനും നമ്മുടെ ചെറുപ്പക്കാർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പ്രണയങ്ങളുടെയോ പ്രേമങ്ങളുടെയോ കെണികളിലോ വലയങ്ങളിലോ പെട്ടുപോയ സഹോദരിമാർ, അവരിൽ മുസ്ലിമീങ്ങളോട് ബന്ധമുള്ളവരുണ്ട്, അമുസ്ലിമീങ്ങളോട് ബന്ധം വെക്കുന്നവരുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട് മറ്റുള്ള പ്രത്യേകിച്ചിട്ട് മാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അവിടെ പല ആളുകൾ പഠിക്കുന്നത് കൊണ്ടും അങ്ങനെ പല അവിഹിത ബന്ധങ്ങളുടെ കഥകൾ പല സമയത്തും കേൾക്കാറുണ്ട്. വിഷമം തോന്നാറുണ്ട്. പൊന്നു സഹോദരി, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ താല്പര്യത്തിന് വേണ്ടി, ഒരു നിമിഷത്തെ ആവേശത്തിന് വേണ്ടി പടച്ച റബ്ബിനെ മറന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിരന്തരമായി അല്ലാഹുവിന്റെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷ സഹിക്കാനുള്ള ശേഷി നിനക്കുണ്ടോ എന്നോർത്തു നോക്കുക. ഏതായാലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനെ വിളിച്ചു. നോക്കുമ്പോ മുടിയൊക്കെ ഭംഗിയായി വെട്ടി വളരെ മനോഹരമായ നല്ല സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വല്ലാത്ത ഗ്ലാമറാണ് അല്ലെ.
അങ്ങനല്ലേ? നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല ഗ്ലാമറാണ്, മനോഹരമായ, അള്ളാഹുവിന്റെ വലിയൊരു സൗഭാഗ്യമാണ്. നമ്മുടെ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ചിട്ട് അള്ളാഹു സൗന്ദര്യവും എല്ലാവിധ സുഖങ്ങളും നൽകി അനുഗ്രഹിച്ചൊരു നാടാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ അതിന് തിരിച്ച് നന്ദി ചെയ്യണം, അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ സഹോദരന്റെ ഭംഗി ആ പെണ്ണിനെ വശീകരിക്കുകയാണ്, ആ പെണ്ണിന് താല്പര്യം വരികയാണ്. അപ്പൊ ഈ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഷോപ്പിലേക്കും അത് സെയിൽസ്മാൻ ആയിട്ടും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കും അങ്ങാടികളിലേക്കും ഒക്കെ പോവാറുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? ആരെങ്കിലും ഒന്ന് കണ്ടോട്ടെ, എന്റെ ഭംഗി ആളുകൾ ആസ്വദിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. പക്ഷേ ആ ലക്ഷ്യം പോലും ഹറാമാണ്, ആ ലക്ഷ്യം പോലും തെറ്റാണ്. ഉമർത്തങ്ങള് ഉടനെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പോടാ ബാർബർ ഷോപ്പിൽ പോയി വാ, എന്നിട്ട് മുടി മുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് വരാൻ പറഞ്ഞു. മൊട്ടടിച്ചപ്പോഴേക്കും വല്ലാത്ത ഭംഗി വർദ്ധിച്ചു. ചില ആളുകൾ അങ്ങനെയില്ലേ, സ്റ്റൈലുള്ള ആളുകൾ എങ്ങനെ ആയാലും സ്റ്റൈൽ തന്നെയാണ് അല്ലേ? ഒരു കാക്ക 1000 വർഷം പാലിൽ കുളിച്ചാലും കുക്കിനെ പോലെ ആവൂല. അപ്പൊ നമ്മളെ പോലെ കുറച്ച് ആളുകളൊക്കെ കുറെ ഫൗണ്ടേഷനും കുറെ ഫെയർലോലും കുറെ ഫെയർ ഹാൻഡ്സും ഒക്കെ ഇട്ടാല് വെളുക്കാൻ പോകുന്നില്ല, അത്രേ ഉണ്ടാവും. അപ്പൊ ഭംഗിയുള്ള ആളുകൾ ഇനി ഒന്നും തേച്ചില്ല, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു, മൊട്ട അടിച്ചു, എന്നാലും കുഴപ്പമില്ല, അവർ ഭംഗി തന്നെയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ബാർബർ ഷോപ്പിൽ പോയി മൊട്ട അടിച്ചു മുണ്ടനം ചെയ്തു വന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഭംഗി. നമുക്കറിയായിരിക്കും, നമ്മളൊരു ഇസ്ലാമിക് പാട്ടുകളൊക്കെ പാടുന്ന മഹർസൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? മഹർസൈൻ അറിയില്ല, നല്ലൊരു കഷന്റെയാണ്, നല്ല ലുക്കാണ് അല്ലെ? മുടിയൊക്കെ മൊട്ടടിച്ചു വരാം. അപ്പൊ ഏതായാലും അങ്ങനെ ചില ആളുകൾ മൊട്ടടിക്കുമ്പോഴേക്കും ഗ്ലാമർ കൂടി. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ അയാൾക്ക് തലപ്പാവ് കൊടുക്ക്, തലപ്പാവ് ധരിക്കാൻ പറഞ്ഞു. തലപ്പാവ് ധരിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഇതിനേക്കാളും ഭംഗി കൂടി. അപ്പൊ പറഞ്ഞു, ഇനി എന്റെ മദീനയിൽ നിൽക്കാൻ പാടില്ല, വേഗം മദീന വിട്ട് ബസറയിലേക്ക് പോകണം. ഈ കാരണം ഒരു പെണ്ണിന് പോലും വേണ്ടാത്ത ചിന്ത വരാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരൻ വല്ല തെറ്റ് ചെയ്തു? സൗന്ദര്യം ശാപമായിരിക്കും ചില സമയങ്ങളിലൊക്കെ അല്ലെ? സൗന്ദര്യം ചില ആളുകൾക്ക് വിപത്തായിട്ട് സംഭവിക്കാറുണ്ട്. അതേപോലെ ഒരാളാണ് മഹാനായ ഈ നസ്ർ ബിൻ ഹജ്ജാജ് എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹം ആരെയും വശീകരിക്കാൻ പോയോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ഒരു പെണ്ണ് ആസ്വദിച്ചപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ, നീ ഇനി മദീനയിൽ നിൽക്കരുത്. എന്റെ മദീനയിൽ ഒരു പെണ്ണിന് പോലും വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. പിന്നെ വ്യഭിചാരം ഉണ്ടായാലുള്ള കഥ എന്താണ്? വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത പോലും എന്റെ മദീനയിൽ ഉണ്ടാവാൻ പാടില്ല, നീ നാട് വിട്ടോളണം എന്ന് പറഞ്ഞ് ബസറയിലേക്ക് നാട് കടത്തിയെന്ന. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തിന്മയെ നമ്മൾ ലഘൂകരിച്ച് കാണാൻ, നമ്മൾക്ക് ചാറ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ വീഡിയോ കോൺഫറൻസ് നടത്തുന്നതോ ഇമേജുകൾ ടെക്സ്റ്റുകൾ പരസ്പരം കൈമാറുന്നതോ ഒന്നും കുഴപ്പമേ അല്ല. പിന്നെ ഇതൊക്കെ എപ്പോഴാ കുഴപ്പമാവുന്നത്? പിന്നെ ചെറിയൊരു വഞ്ചനയും ചതിയും ബ്ലാക്ക് മെയിലിംഗും നടത്താൻ പോവാൻ നമ്മൾ അയച്ചു കൊടുത്തൊരു ഇമേജ്, അത് വെച്ചിട്ട് നിന്റെ ജീവിതം വിലപേശാൻ, നിന്റെ കുടുംബത്തെ വിലപേശാൻ ആ സമയത്താ നീ വിരൽ കടിക്കു. പടച്ചോനെ, ഇത് വേണ്ടായിരുന്നല്ലോ. ഉസ്താദുമാര് പറഞ്ഞതൊക്കെ സത്യം ാണല്ലോ. ഞാൻ വിചാരിച്ചു ഇവൻ എന്നോട് വല്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇവന്റെ താല്പര്യം എന്റെ ശരീരമായിരുന്നു എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങുന്ന ഒരു സമയം വരാനുണ്ട്. അപ്പോഴേക്കും നിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും നിന്റെ സമയം കഴിഞ്ഞു. പിന്നെ നീ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ കാര്യമുണ്ടാവൂല. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് പോലെ, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചു നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന ചോദ്യം ഉണ്ട്. റബ്ബേ, ഞങ്ങൾക്കൊക്കെ നന്നാവണമെന്നുണ്ട്. റബ്ബേ, ഞങ്ങളൊക്കെ നന്നാവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമ്മയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അത് തന്നെയാണ്. ഒരു ചെമ്മാടിയായ ഒരാൾ, അയാൾക്ക് എത്ര തെറ്റ് ചെയ്താലും ഒരു ഈച്ച മൂക്കിന്റെ വക്കിലൂടെ പാറിയതുപോലെ ഉണ്ടാവും. അയാൾക്കൊരു വിഷയമല്ല. എന്നാൽ ഒരു മുഅ്മിനായ ഒരാൾ ഒരു തെറ്റ് ജീവിതത്തിൽ വന്നുപോയാൽ ഒരു പർവ്വതം ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഒരു സമൂഹത്തെയും വെറുതെ നശിപ്പിച്ചിട്ടില്ല. ഒരു സമൂഹത്തെയും അല്ലാഹു വെറുതെ കൊന്നുകളഞ്ഞിട്ടില്ല. ഒരു സമൂഹത്തിനും അല്ലാഹുവിന്റെ അദാബ് വെറുതെ അല്ലാഹു അയച്ചിട്ടില്ല. അല്ലാഹു തന്നെ പറയട്ടെ പരിശുദ്ധ
പരിശുദ്ധമായ ഖുർആനിൽ വമാ അസ്വാബകും മിൻ മുസീബ, ഒരു സമൂഹത്തിനും ആപത്തുകളോ വിപത്തുകളോ ഞാൻ അയച്ചിട്ടില്ല. ഫബിമാ കസബത് ഐദീകും, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫബിമാ കസബത് ഐദിന്നാസ്, അത് ജനങ്ങൾ ചെയ്ത ആ ഒരു തിന്മകൾ കാരണമാണ്. തെറ്റ് ചെയ്തത് കാരണം ശിക്ഷിക്കൂല, അത് ശ്രദ്ധിക്കണം നമ്മൾ. തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും ശിക്ഷിക്കില്ല. തെറ്റ് ചെയ്ത് തൗബ ചെയ്യാൻ നീ താല്പര്യം കാണിച്ചില്ലേ, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സന്മനസ് നിനക്കുണ്ടായില്ലേ, അപ്പോഴാണ് ശിക്ഷകൾ ഇറങ്ങുന്നത്. തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും അള്ളാഹു ശിക്ഷിക്കില്ല. അങ്ങനെയാണ് തൗബ ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ ഉടനെ പടച്ചറപ്പിന്റെ അദാബ് നമ്മളിലേക്ക് കടന്നു വരും. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ, വയഅഫു അൻ കസീർ, നിങ്ങൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന ഒരുപാട് പാപങ്ങളുണ്ട്. തൗബ ചെയ്യേണ്ട ആവശ്യമില്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുണ്ട് ഒരുപാട് പാപങ്ങൾ. അങ്ങനെയുണ്ട് ഉസ്താദേ, ദുആ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചൊല്ലാതെയൊക്കെ അള്ളാഹു പാപങ്ങൾ പുറത്തു തരും എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ ചെറുദോഷങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുദോഷങ്ങൾ അല്ലാതെ തന്നെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരികയാണ്. അർ-റമളാനു ഇലർ റമളാൻ, കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ റമളാനിനെ കാത്തിരുന്നത് കാരണം അതിന്റെ ഇടയിൽ വന്നു പോയ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്സലാത്തു ഇലസ്സലാഹ്, ഒരു നിസ്കാരം മുതൽ ളുഹർ നിസ്കാരം മുതൽ അസ്ർ വരെ നിസ്കാരത്തെ കാത്തിരുന്ന സമയം, അതിനിടയിൽ നമ്മുടെ ഭാഗത്ത് വരുന്ന ചെറുദോഷങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, പരിശുദ്ധമായ ജുമുഅ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു, ഇനി നാളെ വരാനിരിക്കുകയാണ്. ഈ ജുമുഅയുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്, ചോദ്യമില്ലാതെ. ഇത് പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിന്റെ സദസ്സിലേക്ക് വന്നത് കാരണം, ദഅലിന്റെ സദസ്സിലേക്ക് വന്നത് കാരണം, ദിക്റിന്റെ മജ്ലിസിലേക്ക് വന്നത് കാരണം, മജ്ലിസുൻ നൂറൊക്കെ അതൊരു പ്രകാശത്തിന്റെ സദസ്സായി, ഹൃദയത്തിന്റെ പ്രകാശമായി, മുഖത്തിന്റെ പ്രകാശമായി നമ്മുടെ നാടുനീള പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ അങ്ങനെയുള്ളൊരു സദസ്സിൽ വന്നിരിക്കാൻ തയ്യാറായാൽ അല്ലാഹു പറയുന്ന പരിശുദ്ധമായ സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, ഊമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ ഈ സ്വലാത്ത് ഈ പരിപാടി കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് മജ്ലിസുൻ നൂർ കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി വീട്ടിലേക്ക് പുറപ്പെടുമ്പോഴേക്കും നിങ്ങളുടെ ചെറുദോഷങ്ങൾ എല്ലാം ഞാൻ മാപ്പ് ചെയ്തിരിക്കുകയാണ്. ചെറുദോഷങ്ങൾ ഇങ്ങനെ തന്നെ പൊറുക്കപ്പെടുന്നുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അതോടൊപ്പം 10 ചെറുദോഷങ്ങൾ അല്ലാഹു മായ്ച്ചു തരുന്നുണ്ട്. ഒരു സദഖ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ചെറുദോഷങ്ങൾ അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമ്പോ ഇനി ബാക്കിയുള്ളത് വൻദോഷങ്ങളാണ്. വയഅഫു അൻ കസീർ, നിങ്ങൾ ചോദിക്കാതെ തന്നെ ചിലത് പുറത്തു തരുമ്പോ നിങ്ങൾ ചോദിക്കണം വൻദോഷങ്ങളിൽ നിന്ന്. അല്ലാഹു പുറത്തു തരണമെങ്കിൽ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ്, അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ. വഹറൽ ഫസാദു ഫിൽ ബദ്ദി വൽ ബഹർ, കടലിലും കരയിലും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാനുള്ള കാരണം സുനാമികൾ, കൊടുങ്കാറ്റുകൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരാനുള്ള കാരണം ബിമാ കസബത് ഐദിന്നാസ്, അല്ലാഹു വെറുതെ കൊടുത്തതല്ല. അതൊക്കെ അല്ലാഹുവിനോട് അതിക്രമം കാണിച്ചു തൗബ ചെയ്യാൻ മടി കാണിച്ചത് മൂലം അല്ലാഹു അവരെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടെ താക്കീതായി, ഇടയ്ക്കിടെ ചില പണിഷ്മെന്റുകൾ കൊടുത്തില്ല എങ്കിൽ അവർ ഞാനുണ്ട് എന്ന് തന്നെ മറന്നു പോകും, അല്ലാഹു ഉണ്ട് എന്ന് തന്നെ മറന്നു പോകും. അങ്ങനെ മറക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ചില ട്രീറ്റ്മെന്റുകൾ, ചില പരീക്ഷണങ്ങൾ, ചില അല്ലാഹുവിന്റെ അദാബുകൾ ഒരു വാണിംഗായി, ഒരു താക്കീതായി അല്ലാഹു സമൂഹത്തിന് അയച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്തിനാണ് അദാബുകൾ ഇറക്കുന്നത്? ലഅല്ലഹും യർജിഊൻ,
ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും ഈ മഞ്ചേശ്വരത്ത് നിൽക്കുന്ന എല്ലാ തോന്നിവാസികളും വിചാരിക്കണം, പടച്ചവനെ അവിടേക്ക് ഭൂകമ്പമെത്തി, ചൈനയിലേക്ക് സുനാമി എത്തി, ഇന്തോനേഷ്യയിൽ സുനാമി എത്തി, മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കൊടുങ്കാറ്റെത്തി, ഇനി നമ്മുടെ മഞ്ചേശ്വരത്തേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. എന്തിനാണ് ഇതൊക്കെ അല്ലാഹു ശിക്ഷകൾ നൽകിയത്? ലഅല്ലഹും യർജിഊൻ. ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാനൊന്ന് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാനൊന്ന് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. പത്രങ്ങളിൽ വായിക്കുന്ന ആളുകളല്ലേ നമ്മൾ. ആക്സിഡന്റിന്റെ വാർത്തകൾ കേൾക്കുമ്പോ എന്തേ ഞങ്ങളുടെ വണ്ടികളും ആക്സിഡന്റ് ആയിക്കൂടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും അപകടങ്ങൾ നടന്നൂടെ? ഇതൊരു ഇങ്ങനെ ഒരു വാർത്തകൾ വായിക്കുമ്പോ ഉടനെ നമ്മൾ കരുതണം ലഅല്ലഹും യർജിഊൻ. ഈ ആക്സിഡന്റിന്റെ വാർത്തകൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചെവിയിലേക്ക് തുളച്ചു കയറുന്നത് തന്നെ എന്റെ ഡ്രൈവിംഗിൽ ചെറിയൊരു അവയർനെസ് എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു ബോധം എനിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്മാരെ, കേരളക്കരയെ, കാസർഗോഡ് ജില്ലയെ പ്രത്യേകിച്ചിട്ട് കണ്ണീരിലാഴ്ത്തിയ, ദുഃഖത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയ ഒരപകടം നമ്മുടെ നാട്ടിൽ നടന്നപ്പോ ഈ ചുറ്റുകൂടിയിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നാടുകളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ വാതിന്റെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ഒരു ദിവസം ഒരു ആക്സിഡന്റ് കാണാത്ത ദിവസമില്ല. ഇങ്ങനെ നിരന്തരമായി ആക്സിഡന്റുകൾ നടക്കുമ്പോ നിങ്ങൾ ദയവ് ചെയ്ത് വാഹനങ്ങളിൽ കയറുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ എന്റെ വാഹനത്തെ, എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ ഞാൻ നിന്നെ ബലമേൽപ്പിച്ചുകൊണ്ടാണ് കയറുന്നത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹുവേ ഈ ഒരു വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്ന റബ്ബേ, ഈ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വാഹനത്തിൽ കയറുക, എന്നിട്ട് മാന്യമായി ഡ്രൈവ് ചെയ്യുക. എന്നാൽ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. അല്ലാതെ ഒരു ദിക്റുമില്ല, ഒരു ഫാത്തിഹയില്ല, ഒന്നുമില്ലാതെ മൃഗത്തെ പോലെ വണ്ടിയിൽ കയറി, ഇല്ലാത്ത വണ്ടിയിൽ കയറി ഒരു ലക്ഷ്യമായി പോവുക, ഇതിന് അല്ലാഹു ചില ആളുകൾക്ക് താക്കീത് നൽകുകയാണ്. അല്ലാഹു മരിച്ചുപോയ ആളുകൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു ആ കുടുംബത്തിന് നല്ലൊരു പകരം നൽകട്ടെ. അല്ലാഹു ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ നാട്ടുകാരെയും സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്തിനാണ് ഇതൊക്കെ നൽകുന്നത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ. നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു തരാനാണ് ഈ ശിക്ഷകൾ. ലഅല്ലഹും യർജിഊൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നന്നാവണം, മാറണം. അതിന് അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബി. എല്ലാവരെയും ഞാൻ എന്റെ ശിക്ഷകൾ കൊണ്ട് കൊന്നു കളഞ്ഞിരിക്കുകയാണ്, എല്ലാവരെയും ഞാൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഫമിൻഹും മൻ അർസൽനാ അലൈഹിം ഹാസിബാ. ചില ആളുകൾക്ക് ഞാൻ ആകാശലോകങ്ങളിൽ നിന്ന് വലിയ വലിയ കൊടുങ്കാറ്റുകൾ, ചരൽക്കല്ലുകൾ ഉൾപ്പെടുന്ന കൊടുങ്കാറ്റുകൾ നൽകിക്കൊണ്ട് ചില സമൂഹത്തെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമൂഹത്തോടാണ്. എന്തിനാണ് ഇത് പറയുന്നത്? അവരെ നശിപ്പിച്ചത് കൊടുങ്കാറ്റുകൾ കൊണ്ടാണെങ്കിൽ എന്തോ ഒരു പാപം അവരുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. നിരന്തരമായി അവരെ നന്നാക്കുവാനും അവരെ അല്ലാഹുവിനെ പേടിക്കുവാനും നിരന്തരമായി ഉപദേശിക്കുന്ന ഒരു പ്രവാചകൻ അവരിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് വിധത്തിലേക്ക് മാറ്റം നൽകാനാണ്. ഫമിൻഹും മൻ അഖദതുഹു സ്വൈഹ. അതിൽ ചില ആളുകൾ ഒരു അട്ടഹാസം കൊണ്ട് നശിച്ചു പോയവരുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്. ചില സ്ഥലത്ത് ചില ആളുകൾ ഭൂമി ജീവനോട് വിഴുങ്ങിക്കളഞ്ഞവരുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ. എന്നാൽ വെള്ളത്തോടെ ജീവനോടെ ആ കടലുകളിൽ മുക്കിക്കുന്ന ആളുകളുണ്ട്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും. അല്ലാഹു വെറുതെ ആക്രമിച്ചതല്ല, വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവർ തെറ്റ് ചെയ്തത് കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിച്ചതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വമാ അഹ്ലകല്ലാഹു തആല ഉമ്മതൻ ഇല്ലാ ബിദംബിൻ. ഒരു സമൂഹത്തെയും അല്ലാഹു വെറുതെ ശിക്ഷിച്ചിട്ടില്ല. ഇല്ലാ ബിദംബിൻ. അവർ ചെയ്ത ചില തെറ്റുകളാണ് അവരിലേക്ക് നാശം വരാനുള്ള കാരണം. വമാ നജാ മൻ നജാ. രക്ഷപ്പെട്ടവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. വഫാസ മൻ ഫാസ്. വിജയിച്ചവരൊന്നും വിജയിച്ചിട്ടില്ല. ഇല്ലാ ബിതൗബത്തിൻ വതആ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്തതുകൊണ്ടാണ്, അല്ലാഹുവിനെ അനുസരിച്ചതുകൊണ്ടാണ് ലോകത്തെ രക്ഷപ്പെട്ട ആളുകളൊക്കെ രക്ഷപ്പെട്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരികയാണ്.